ഇവിടെ വിചിത്രമായ ഒരു മനുഷ്യനെ കാണിക്കുന്നു. ഇയാൾ ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള മ്യൂട്ടന്റ് ആണ്. ഇപ്പോൾ ഇയാളുടെ ബോഡി ക്ഷയിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇയാളുടെ ആത്മാവിനെ പെർഫെക്റ്റ് ആയ ഒരു ബോഡിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിനായി അവർ ഒരു സൂപ്പർ പവറുള്ള ആളെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അയാൾക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നു. ഈ മ്യൂട്ടന്റ് ആണ് ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ഇയാളെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നു. ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ ഇയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സൈനികരുമുണ്ട്. ഇപ്പോൾ ഇയാളുടെ ആത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയം തന്നെ സൈനികർ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് പിരമിഡിനെ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണുകൾ തകർക്കുന്നു. അവർ പിരമിഡിന്റെ ഡോർ അടച്ച് ആ മ്യൂട്ടന്റിന്റെ ഗാർഡിയൻസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗാർഡിയൻസ് വളരെ നിസ്സാരമായി എല്ലാ സൈനികരെയും കൊല്ലുന്നു. പക്ഷെ അവർക്ക് പിരമിഡ് തകരുന്നത് തടയാൻ സാധിക്കുന്നില്ല. കൂട്ടത്തിലൊരു ഗാർഡിയൻ ആ മ്യൂട്ടന്റിനെ ഒന്നും സംഭവിക്കാതിരിക്കാനായി അവസാന ശ്വാസം വരെയും അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. പിരമിഡ് പൂർണ്ണമായി തകർന്ന് ആ മ്യൂട്ടന്റ് അതിനടിയിലാവുന്നു. ഇപ്പോൾ 3500 വർഷങ്ങൾക്ക് ശേഷം ഈ മ്യൂട്ടന്റിൽ വിശ്വസിക്കുന്ന കുറച്ചു പേർ മന്ത്രങ്ങൾ ഉച്ചരിച്ച് മ്യൂട്ടന്റിനെ ഉണർത്തുന്നു. മനുഷ്യരാണ് ഇപ്പോൾ ലോകം ഭരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ലോകം തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിക്കുന്നു.